കൊച്ചിയിലെ വായു മലിനീകരണം അനാരോഗ്യകരമായ തോതിൽ ഉയരുന്നു. വായു ഗുണനിലവാര സൂചിക 153 പുലർച്ചെ 5:30 രേഖപ്പെടുത്തിയത്. ഏലൂർ, ഇടയാർ, കരിമുകൾ, അമ്പലമുകൾ തുടങ്ങിയ വ്യവസായ മേഖലകളിൽ വായു മലിനീകരണം രൂക്ഷമായി. കൊച്ചി നഗരത്തിലും 150 മുകളിലാണ് വായു ഗുണനിലവാര സൂചിക. മോസനാസു വിവരങ്ങൾ പങ്കുവയ്ക്കും. എയർ ക്വാളിറ്റി ഇൻഡെക്സ് അഥവാ വായു ഗുണനിലവാര സൂചിക ഇന്ന് കൊച്ചി, പ്രത്യേകിച്ച് ഏലൂര്, ഇടയാറ്, അമ്പലമുകൾ, കരിമുകൾ തുടങ്ങി വ്യാവസായിക നഗരങ്ങളിലെല്ലാം തന്നെ ഇന്ന് വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ വായു ഗുണനിലവാര സൂചിക പ്രകാരം 153 ഇന്ന് പുലർച്ചെ 5:30 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഏലൂർ ഭാഗത്താണ്, അതായത് ഏലൂർ വ്യവസായ മേഖലയിലാണ്. ഇപ്പോൾ ഇത്രയും സമയമായിട്ടും സൂര്യനെ പോലും മറയ്ക്കുന്ന രീതിയിൽ പലയിടത്തും ഒരു പുക മൂടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. ഈ പ്രദേശത്ത് മാത്രം പല കാലങ്ങളായി നമുക്കറിയാം, നമ്മൾ തന്നെ ചർച്ച ചെയ്തതാണ്, ഏറ്റവും കൂടുതൽ വായു മലിനീകരണം എറണാകുളം നഗരത്തിൽ ഉണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം രേഖപ്പെടുത്തിയ ഒരിടം കൂടിയാണ് ഇത്തരത്തിൽ ഈ ഏലൂർ ഉൾപ്പെടെയുള്ള വ്യാവസായിക ഇടങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ വായു മലിനീകരണം, അതുപോലെ തന്നെ ഈ ജലസ്രോതസ്സുകളൊക്കെ തന്നെ മലിനമാകുന്നതൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയും പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ സമരരംഗത്ത് ഇറങ്ങുന്നതും ഒക്കെ തന്നെ കാഴ്ചകൾ നമുക്ക് കണ്ടിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു അറുതി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇത് പ്രധാനമായും ഉയർന്നു വരുന്ന മാലിന്യങ്ങളുടെ തോത്, അതുപോലെ തന്നെ വാഹനങ്ങളുടെ പുക, അതുപോലെ വ്യവസായ മേഖലകളിൽ നിന്നും വ്യവസായ സ്ഥാപനങ്ങൾ പുറത്തുവിടുന്ന അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്ന വലിയ രീതിയിലുള്ള പുക, ഇതൊക്കെ അടിഞ്ഞുകൂടിയാണ് ഇത്തരത്തിൽ ഈ പുകമഞ്ഞിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഈ ഇന്നത്തെ ആ ഒരു വായു ഗുണനിലവാര സൂചിക എടുത്തു നോക്കിയാൽ തന്നെ മൊത്തത്തിൽ കൊച്ചിയിൽ 153 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 8 മണി സമയത്ത് വീണ്ടും അതേ സൂചിക നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് വീണ്ടും 155 മുകളിലൊക്കെ തന്നെ എത്തുന്നൊരു സാഹചര്യമുണ്ട്. അത് സാധാരണഗതിയിൽ 50 എന്നുള്ളതാണ് അത് ആരോഗ്യകരമായ ഒരു നല്ല ഒരു വായു അന്തരീക്ഷം എന്നുള്ളതാണ് അതിൽ തന്നെ പറയുന്നത്. അതിന് മുകളിൽ പോകുന്തോറും അതിൻ്റെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കും. പോർ എന്ന കണ്ടീഷൻ 100 വരെ എന്നാണ് രേഖപ്പെടുത്തുന്നത്. 100-ന് മുകളിൽ ആകുമ്പോൾ അൺഹെൽത്തി, അതായത് അനാരോഗ്യകരമായ ഒരു സാഹചര്യത്തിലേക്ക് മാറും. അത്തരത്തിലുള്ള അനാരോഗ്യകരമായ ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെയാണ് ആ ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രായമുള്ള ആളുകൾ, ഈ ശ്വസന സംബന്ധമായ അസുഖമുള്ള ആളുകൾ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഈ വായു മലിനീകരണം അവരെ ഏറ്റവും കൂടുതൽ ആരോഗ്യപരമായി അവർക്ക് ദോഷം ചെയ്യുന്നൊരു കാര്യം എന്നുള്ളതാണ്. നമുക്കറിയാം, കോവിഡ് കാലത്ത് വലിയ രീതിയിൽ പലയിടത്തും വലിയ രീതിയിൽ വായു മലിനീകരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കൊച്ചി നഗരത്തിൽ 150-ന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക.